ഗോൾഡ് ഓർണമെന്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ? ഗോൾഡ് ഓർണമെന്റ്സിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഗോൾഡ് പോസിറ്റീവ് എനർജിയാണ്. ഗോൾഡും സിൽവറൊക്കെ പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് സയൻസ് പരമായിട്ടുള്ള. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ ആന്ധ്രക്കാർ അങ്ങനെയാണ്, കൂടുതലും ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് അന്നം തരുന്നത് അവരാണ്, നമ്മൾ അവിടെയാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവരെല്ലാം ഒരാളായി മാറി, അത്രേ ഉള്ളൂ. വണ്ടി ഭ്രാന്തന്മാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് സിറ്റി. മോഡിഫിക്കേഷൻ സിറ്റി സിവിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് മോഡിഫിക്കേഷൻ ചെയ്യാം എന്നുള്ള രീതി കൊണ്ടാണോ? മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ആകെ ഈ ഒരു കളറാക്കിയതേ ഉള്ളൂ. ഞാനൊരു പച്ചയായ മനുഷ്യനായതുകൊണ്ടൊന്ന് പച്ചയാക്കിയതാണ്. മൊത്തത്തിൽ ഇത് പച്ചയാണ്, മൊത്തത്തിൽ പച്ചയായി. അപ്പോൾ അതുകൊണ്ടൊന്ന് പച്ചയാക്കിയതാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മോഡിഫിക്കേഷനായിട്ടൊന്നും ഇല്ല ഈ വണ്ടിയിൽ. പിന്നെ വിശേഷങ്ങൾ, പുതിയ പുതിയ പടങ്ങൾ വരുന്നു, പുതിയ പുതിയ വില്ലനായിട്ട് വീണ്ടും കാണാം നമുക്ക്. പവർ കട്ട് സമയത്ത് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എപ്പോഴാണ് പവർ കട്ട് വരുന്നതെന്ന് പറയുന്നില്ല, കറക്റ്റ് ടൈം പറയുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് പകുതി കഴിയുമ്പോഴായിരിക്കും കട്ടാവുന്നത്. അവിടെയും വരും പവർ കട്ട്. ഒരു പ്രാവശ്യമൊന്നും അല്ല വരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം നമ്മുടെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടാവായിരിക്കും. നോക്കാം. എക്സാമിൻ്റെ സമയത്ത് ചിലപ്പം പവർ കട്ട് ഉണ്ടാവില്ലായിരിക്കും. മനസ്സിലായില്ലേ? കുട്ടികൾ പഠിക്കുന്ന ടൈമിൽ ചിലപ്പോൾ കട്ട് ഉണ്ടാവില്ലായിരിക്കും. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നുള്ളത്. ഫുട്ബോളാണോ? ഇന്ത്യ കളിക്കാത്തടത്തോളം കാലം ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ടീം വേണം, ഇന്ത്യൻ സ്പോർട്സ് പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഞാൻ ഇതൊക്കെ കാണൂ. എന്തുകൊണ്ടായിരിക്കും ചേട്ടാ അങ്ങനെ ഒരു സംഭവം ഇവിടെ വരാത്തത്? എന്തുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ പറയണം. ഇപ്പോൾ ഞാനൊക്കെ പണ്ട് ബോഡി ബിൽഡിങ്ങിൽ ഇറങ്ങിയിരുന്ന ആളാണ്. നമ്മളെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സപ്പോർട്ട് കുറവായിരുന്നു. ഇപ്പോഴും കോമ്പറ്റീഷൻ ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സിനൊക്കെ സപ്പോർട്ട് കുറവാണ്. ശരിക്കും നമ്മൾ സ്ഥലമില്ലാത്തതല്ല, ഒരിക്കലല്ല. സ്ഥലത്തിനെന്താ കുറവുകൂടെ? പ്ലെയേഴ്സും ഉണ്ട്, സ്ഥലവും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിന് താല്പര്യമുള്ളവരുണ്ട്. ഈ പറഞ്ഞ പോലെ സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെ പോയിട്ട് നമ്മളൊരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. അത് പല ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ബിസിനസ്സുകാരും സപ്പോർട്ട് ചെയ്യും, അവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും, എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാനിപ്പോൾ ആ റീൽസിൻ്റെ കാര്യം തന്നെ പറഞ്ഞ് അറിയാലോ. ഇവിടെ ഈ തല്ലിപ്പൊളി റീൽസും ഈ തുണിയില്ലാത്ത റീൽസും സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ആളുള്ളൂ ഇവിടെ. അല്ലാതെ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് സ്പോർട്സിൽ കഷ്ടപ്പെട്ട് മെഡൽ മേടിച്ച് വരുന്ന ഒരാളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവർ വന്ന് ഇറങ്ങിയാൽ ഇവർക്കൊരു മറ്റേ എന്തെങ്കിലും ഒരു വെൽക്കമിങ് കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. എത്ര പേരാണ് ഗോൾഡ് മേടിച്ച് വരുന്നത്? അക്കിൻ GS ഒരു വോളിബോൾ പ്ലെയറാണ്, 7 അടി ഹൈറ്റുള്ള ഒരു വോളിബോൾ പ്ലെയറാണ്. എത്ര ആൾക്കാർ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്? ആർക്കെങ്കിലും അറിയോ? നാഷണൽ ലെവലിൽ വലിയൊരു പുള്ളിയാണ്. എന്തിനാ പറഞ്ഞത്? നമ്മളെ ഹോക്കി ശ്രീജേഷിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ശ്രീജേഷ് ഇത്രയും വലിയ ഒരു ഒളിമ്പ്യൻ നേടി വന്നിട്ട് നമ്മളെ ഗവൺമെൻറ്റാണ് ലാസ്റ്റ് പോയി കണ്ടത്. ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സ്പോർട്സിൻ്റെ ഭാഗത്തേക്ക് ഇനിയും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ സ്കൂളുകളിൽ സ്പോർട്സിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിനൊരു ഫണ്ട് മാറ്റി വെക്കണം, അതിനുവേണ്ടി പിരിപ്പിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ സ്പോർട്സിൽ നിന്ന് വിട്ടു പോകണതുകൊണ്ടാണ് പിള്ളേരെല്ലാവരും കൂടി ഡ്രഗ്സിലേക്ക് കയറി പോകുന്നത്. ശരീരം സ്പോർട്സിലിപ്പോൾ ഒരാൾ കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ഡ്രഗ്സോ ലിക്കറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് സ്റ്റാമിന ഉണ്ടാവില്ല. അപ്പോൾ പുതിയ തലമുറയെ നമ്മൾ ഈ സ്കൂളിലൂടെ സ്പോർട്സിലേക്ക് കൊണ്ടുപോകണം, അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യണം. മനസ്സിലല്ലേ? ഇൻഡിവിജ്വൽ സ്പോർട്സാണ് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ഗ്രൂപ്പായിട്ടുള്ള ക്രിക്കറ്റ് പോലെ ഫുട്ബോൾ പോലെയോ അല്ല. ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും, ടാലൻ്റ് ഉണ്ടാവും. അത് ബേസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം സ്പോർട്സിൽ ഇറങ്ങാൻ.